Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്മോക്കി ഐ ആണ് ചെയ്യുന്നത്. പിങ്ക് കളറിലാണ് നമ്മൾ ഈ സ്മോക്കി ഐ ചെയ്യാൻ പോകുന്നത്. കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിന്നിനെ പ്രെപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മോയ്സ്ചറൈസറാണ് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ക്ലിനിക്കിൻ്റെ ID റേഞ്ചിലുള്ള മോയ്സ്ചറൈസറാണ്. കോമ്പിനേഷൻ സ്കിന്നിനുള്ളതാണ്. നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് അപ്ലൈ ആവാൻ സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്തിരിക്കണം. അതേപോലെ അടുത്തതായിട്ട് ഞാൻ ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. കെ ബ്യൂട്ടിയുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വൈൻ 30Y ആണ്. ഇത് ഒരു യെല്ലോ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് വളരെ ലൈറ്റ് കവറേജ് ആയതുകൊണ്ട് ഒരു 2 ലെയറൊക്കെ ഇടുമ്പോഴാണ് ഒരു മീഡിയം കവറേജ് കിട്ടുന്നത്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവും. ഇതിൻ്റെ ഫിനിഷ് നല്ല ഭംഗിയാണ്. ലൈറ്റ് കവറേജ് ആണെങ്കിലും തന്നെ ഇത് നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. അടുത്തതായിട്ട് മാക്കിൻ്റെ പെയിൻറ്റ് പോട്ട് എന്ന് പറയുന്ന ക്രീം ഐ ഷാഡോ ആണ്. ഇത് ഞാൻ എൻ്റെ ഐ ലിഡ്സിൽ അപ്ലൈ ചെയ്യാണ്. നമ്മുടെ ഐ ഷാഡോ ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ലിപ്സ് എല്ലാം ഡിസ്കളറേഷൻ മാറ്റി കൺസീൽ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെ സ്പ്ലെൻഡിഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്ക് ഐ ഷാഡോ വെച്ചിട്ട് എൻ്റെ ലിഡ്സിലൊന്ന് ലൈൻ ചെയ്യാണ്. ഇത് ക്രീസിൻ്റെ താഴെ വരെ നിൽക്കാവുള്ളൂ. എന്നിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ ഐ ഷാഡോസിന് നല്ലൊരു ബേസ് ആണ്. കാരണം പിങ്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് നന്നായിട്ട് എടുത്ത് കാണിക്കാൻ ഈ ഒരു ബേസ് ഹെൽപ്പ് ചെയ്യും. കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെൽഫ് ലവ് എന്നാണ് ഈ ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ പേര്. പിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിലെല്ലാം. ഇതിൽ ആദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ജിഞ്ചർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഞാൻ എൻ്റെ ക്രീസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു നല്ല ട്രാൻസിഷൻ കളറാണിത്. അതുപോലെ നല്ല ബട്ടറി സ്മൂത്ത് ഐ ഷാഡോ ആണ്. വളരെ നല്ല ക്വാളിറ്റിയാണ് ഈ ഐ ഷാഡോ പാലറ്റ്. അടുത്തതായിട്ട് റോസ് എന്ന് പറയുന്ന ഈ ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു ഡീപ്പ് പിങ്ക് ആണ്. നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കളർഫുൾ ലുക്കിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തതായിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്യുന്നത്. ഐ ലിഡ്സിൻ്റെ പുറത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ മെറ്റാലിക് പിങ്ക് ഷെയ്ഡാണ്. സാംഗ്രിയ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് വളരെ ബട്ടറി സ്മൂത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ഒരു വെൽവെറ്റി ഫിനിഷ് കൊടുക്കുന്ന ഒരു ഐ ഷാഡോ ആണ്. ഇത് ഞാൻ എൻ്റെ ലിഡ്സിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാണ്. ക്രീസ് വരേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ക്ലീൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ റോസും സാംഗ്രിയയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. കാരണം ഹാർഷ് എഡ്ജസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് റസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യാണ്. ഇതൊരു മീഡിയം ബ്രൗൺ ഷെയ്ഡാണ്. ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയാം. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സൊന്നും ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ യൂസ് ചെയ്യുന്നില്ല. കാരണം പിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ അണ്ടർ ഐസിൽ കൺസീലർ അപ്ലൈ ചെയ്യണം. ആദ്യമേ കൺസീലർ അപ്ലൈ ചെയ്താത്ത എന്താണെന്ന് വെച്ചാൽ ഈ ലുക്കിൽ കുറച്ച് ഫോളോ ഔട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് കൺസീലർ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മാത്രമല്ല നമ്മുടെ ഐ ഷാഡോ എങ്ങനെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ കൺസീലർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യുമ്പോഴാണ് ആ കണ്ണിൻ്റെ മേക്കപ്പ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത്.
അതുകൊണ്ട് കൺസീലർ ഒരിക്കലും നമ്മൾ ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുമ്പോൾ മിസ് ചെയ്യരുത്. ഇനി ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫിറ്റ് മീ ലൂസ് പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്, മേബിലിൻ്റെ. ഇത് വളരെ നല്ലൊരു ലൂസ് പൗഡറാണ്, അധികം ഒരുപാട് കേക്കി ആയിട്ടൊന്നും തോന്നത്തില്ല, നല്ല ഫിനിഷാണ് കൊടുക്കുന്നത്. സെഫോറയുടെ ബ്രൗ പെൻസിലാണ് അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല, അത്ര ഫൈൻ പ്രിൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്ത ബ്രൗണും റോസ് കളറും കൂടെ ചേർത്ത് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ലിഡ്സിൽ ഒരുപാട് കളർ അപ്ലൈ ചെയ്തിട്ട് താഴത്തെ ഭാഗം വിട്ട് കളയുകയാണെങ്കിൽ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവാത്തതുപോലെ തോന്നും. അടുത്തതായിട്ട് ഈ റേസ് എന്ന് പറയുന്ന ഈ ഡീപ്പ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐ ലാഷ് ലൈനൊന്ന് ലൈൻ ചെയ്തെടുക്കുകയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ലൈൻ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ലോവർ ലാഷ് ലൈനിലും ഇത് തന്നെ അപ്ലൈ ചെയ്യാണ്. അടുത്തതായിട്ട് ഞാൻ പാക്കിൻ്റെ ഈ കോഫി ബ്രൗൺ ഐ ലൈനർ പെൻസിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ വാട്ടർ ലൈൻ ഒന്ന് ലൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പിങ്കിൻ്റെ കൂടെ ഭയങ്കര ഹാർഷായിട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാനൊരു ബ്രൗൺ ഐ പെൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെയിം ഐ പെൻസിൽ തന്നെ താഴത്തെ വാട്ടർ ലൈനിലൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് കോൺടൂർ ചെയ്യാം. ഇത് ബെനിഫിറ്റിൻ്റെ ഹൂല ബ്രോൺസറാണ്, ഇതിൻ്റെ മിനി വേർഷനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെടുത്തിട്ട് ഞാൻ എൻ്റെ ഷാഡോ പോയിൻറ്റ്സിലെല്ലാം ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ്. കവിളലിൻ്റെ താഴെയും പിന്നെ നോസിൻ്റെ രണ്ട് സൈഡിലും ഒക്കെയാണ് ഞാൻ കോൺടൂർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങനെ എക്സ്പേർട്ടൈസ്ഡ് ആയിട്ടുള്ള കോൺടൂറിംഗ് ഒന്നും എനിക്കറിയില്ല, വളരെ ലൈറ്റായിട്ടേ ഞാൻ കോൺടൂർ ചെയ്യാറുള്ളൂ. ഈ മേക്കപ്പിലെ ബേസിക് കളർ പിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പിങ്ക് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ഷിയർ ടോൺ ബ്ലഷ് പിങ്ക് മീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണിത്, ഒരു മോവിഷ് പിങ്ക് എന്ന് പറയാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലഷാണ്. അടുത്തതായിട്ട് ഞാൻ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. സെഫോറയുടെ ഫേസ് ഷിമ്മറിങ് പൗഡറാണിത്. ഇത് ഒരു ഷാമ്പെയിൻ ഗോൾഡ് കളറാണ്, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇത് നമുക്ക് ഐസിൻ്റെ ഇന്നർ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ക്യൂപ്പിഡ്സ് ബോയിലും പിന്നെ ചീക്ക് ബോൺസും എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫാൾസ് ലാഷസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലോവർ ലാഷസ് മാത്രം മസ്കാര അപ്ലൈ ചെയ്യാണ്. ലോറിയൽ പാരിസിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മാക്കിൻ്റെ ഈ ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ട്വിഗ് എന്നാണ് ഇതിൻ്റെ പേര്. സാറ്റിൻ ഫിനിഷുള്ള ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പിങ്ക് ന്യൂഡാണിത്. ഇതാണ് ഇപ്പോൾ ഫിനിഷ്ഡ് ലുക്ക്. ഈ ഒരു ഐ ലെൻസ് ഞാൻ വെച്ചിരിക്കുന്നത് പാക്കിൻ്റെ ആണ്. അപ്പോൾ പാക്കിൻ്റെ ടർക്കോയ്സ് കളർ ലെൻസാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് കണ്ടത്. എൻ്റെ നോസ് കോൺടൂർ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഐ മേക്കപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ഗ്ലാമറസ് ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ലുക്കായിട്ടാണ് തോന്നുന്നത്. ഇതിന് പിങ്കിന് പകരം നമുക്ക് വേറെ ഏത് കളർ വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഐഷാഡോ പാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ കെ ബ്യൂട്ടിയുടെ ഈ ഐഷാഡോ പാലറ്റ് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.